ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടി പോകുന്നു. എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആണ്. എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രം തിയേറ്ററിലോട്ട് റിലീസ് ചെയ്തു വലിയൊരു വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു മിക്സഡ് റെസ്പോൺസുമായി കിട്ടുന്നുണ്ട്. അപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രം ഫസ്റ്റ് ഡേ കളക്ഷൻ എത്രയാണ്, ഇതുവരെ എത്ര രൂപ കളക്ഷൻ നേടി, അതുപോലെ തന്നെ ഈ പാർട്ട് 3 എന്നൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ മാർച്ച് 27 റിലീസ് ചെയ്തു. അപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കളക്ഷൻ നേടിയിട്ടുള്ളത് 16 കോടി രൂപയാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഫസ്റ്റ് ഡേ നേടിയിട്ടുള്ളത് 70 കോടി രൂപയ്ക്ക് അടുത്താണ് വേൾഡ് വൈഡായി കളക്ഷൻ നേടിയിട്ടുള്ളത്. അതുമാത്രമല്ല പ്രീ സെയിൽസിൽ നിന്നും 64 കോടി രൂപയും കളക്ഷൻ നേടിയിരുന്നു. എന്നാൽ പ്രത്യേകം എമ്പുരാൻ എന്ന് പറഞ്ഞ മൂവിക്കുണ്ട്. എനിക്ക് തോന്നുന്നു ലിയോ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ എല്ലാം റെക്കോർഡുകൾ മറികടന്നുകൊണ്ട് ആർക്കും സ്വപ്നം കാണാത്ത വിധത്തിൽ കേരളത്തിൽ നിന്ന് മാത്രമേ 16 കോടി എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ഡേ നമ്മുടെ ലാലേട്ട് ഇട്ട് വെച്ചിരുന്നു. നമുക്കെല്ലാവർക്കും ലാലേട്ടിന് മാത്രം ഓപ്പണിംഗ് ചെയ്യാനും അദ്ദേഹം തന്നെയാണ് അത് മറികടക്കാനും കഴിയുന്ന ഒരു നടൻ മോഹൻലാലിനേ ഉള്ളൂ. ഇനി അപ്പുറത്തൊരു നടൻ വരുമ്പോൾ അത് കണ്ട് തന്നെ സാധിക്കണം. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് തിരിച്ച് കുറിക്കാനുള്ള അധികാവകാശം അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായി കാണേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, മിക്സഡ് അഭിപ്രായമായിട്ട് എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് എമ്പുരാൻ തോന്നിയിട്ടുള്ളൂ. പക്ഷെ എന്താ പറയുക, അത് ഒരുപാട് പേർ ഏറ്റെടുത്തു. കാരണം ലൂസിഫർ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ L2 അപ്പോൾ ലൂസിഫർ എന്ന് പറഞ്ഞ ചിത്രം ഓരോ എന്താ പറയുക ഒരു ഓരോ സമ്മാനിച്ചിരുന്നു. അത് എമ്പുരാനിൽ കിട്ടിയില്ല. പക്ഷേ ലൂസിഫർ കണ്ട വ്യക്തികളാണെങ്കിൽ പോലും അന്ന് തൊട്ട് ഇന്ന് വരെയും എമ്പുരാൻ എന്തായിരിക്കും അവരുള്ളതെന്ന് കാണാൻ വേണ്ടി ഒരുപാട് പേർ ആഗ്രഹിച്ച ചിത്രം തന്നെ. അതുകൊണ്ട് തന്നെ ഇത്രയേറെ തിരക്ക്. ബുക്ക് മൈ ഷോയിൽ ഏകദേശം 37,000 ടിക്കറ്റുകൾ ഒരു മണിക്കൂറിൽ വിറ്റ് പോയിട്ടുണ്ട്. റെക്കോർഡുകൾ തന്നെയാണ് സംഭവിച്ചു പോകുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഡേ വരുമ്പോൾ എമ്പുരാൻ 100 കോടി രൂപ കളക്ഷൻ അടിക്കും. 100 കോടി ക്ലബ്ബിൽ എമ്പുരാൻ കയറിക്കുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു മലയാള നടനെ ഒരു ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ അതിവേഗം ദിവസം കൊണ്ട് തന്നെ ഒരു ഫിലിമിനും ഇതിൽ സംഭവിച്ചിട്ടുള്ള 100 കോടി എന്ന് പറയുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരം മലയാളത്തിൽ നിന്നും എമ്പുരാൻ മൂവീസും സ്വന്തമായിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഒരു മികച്ച കാര്യം തന്നെയാണ്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എമ്പുരാൻ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം എമ്പുരാൻ്റെ 3ാം ഭാഗം ഉണ്ടാവുമെന്നും അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ സ്റ്റോറി ലൈൻ എന്നൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. എമ്പുരാൻ്റെ 3ാം ഭാഗം ഉണ്ടാവും, അത് കൺഫേമായ കാര്യം തന്നെയാണ്. ഇതിൻ്റെ അവസാനം അതിരിക്കും L3 ദ ബിഗിനിങ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടക്കം ആകുന്നേ ഉള്ളൂ. ഈ 3ാം ഭാഗത്തിലോട്ട് വരുമ്പോൾ അതിൽ എബ്രഹാം ഖുറേഷി എങ്ങനെയാണ് അതിലോട്ട് എത്തിപ്പെടുക, അല്ലെങ്കിൽ സ്റ്റീഫൻ എങ്ങനെയാണ് എബ്രഹാം ഖുറേഷി ആയത്, അദ്ദേഹത്തിൻ്റെ കുറച്ച് മുമ്പുള്ള കാലങ്ങൾ ബോംബെയിൽ നിന്നുള്ള ഡ്രഗ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവരേതായ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ കാണിച്ചിട്ടുള്ളത് ഈ ഖുറേഷിയുടെ കുറച്ച് കാര്യങ്ങളും അദ്ദേഹം എങ്ങനെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഈ സായിദ് എങ്ങനെയാണ് ഖുറേഷിയുടെ അടുത്ത് എത്തിയത്, അവരുടെ പ്രതികാരം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ 3ാം ഭാഗത്തിലോട്ട് എത്തുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പോകുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക സ്റ്റീഫൻ എങ്ങനെയാണ് ഖുറേഷി ആയത്, ഇത്ര വലിയ ഡോണായി അല്ലെങ്കിൽ ഇന്റർവെല്ലിൽ പോലും ഭയക്കുന്ന വ്യക്തിയായത്, അദ്ദേഹത്തെ എങ്ങനെയാണ് എത്തിപ്പെട്ടെന്ന് കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നുണ്ടാവുക. അവരങ്ങനെ രാഷ്ട്രീയത്തിലോട്ട് എത്തി, PKRൻ്റെ അടുത്ത് എങ്ങനെ എത്തി എന്നൊക്കെ കാര്യങ്ങളൊക്കെ L3 പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ലൂസിഫറിലും L2 പറയാൻ ബാക്കി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പക്ഷേ L2 എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ എന്താ പറയുക അതിൻ്റെ കുറവുകളെല്ലാം മറികടന്നുകൊണ്ട് L3 പരിഗണിക്കുന്ന കാര്യത്തിൽ 100% ഉറപ്പ് തന്നെയാണ്. അതുമാത്രമല്ല ഇതിൽ പറയാൻ വേണ്ടി പോകുന്ന മറ്റൊരു കാര്യങ്ങളും ഇതിൻ്റെ ടൈറ്റിലായി യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എസ്രയേൽ എന്ന് തന്നെയാണ്. എസ്രയേൽ എന്ന് പറയുമ്പോൾ ഒരു കറുത്ത മാലാഖ, ദൈവത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു കറുത്ത മാലാഖ. പക്ഷേ ആ മാലയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംരക്ഷണ കാര്യമുണ്ട്. ഈ സാത്താൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സാത്താന്മാരെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും. ഒരു ചെകുത്താൻ പറഞ്ഞ പോലെ തന്നെ അവരെ നമുക്കറിയാം. എക്സ്റ എന്ന് പറയുന്ന ഈ ചിത്രത്തിലും അതുപോലെ തന്നെ ആദം ജോണിലൊക്കെ ഈ കറുത്ത ഊട്ട് എന്ന് പറഞ്ഞ് ഇതൊക്കെ പ്രധാനമായും കാണിക്കുന്നുണ്ട്. അതും അതിൻ്റെ ഒരു കണ്ടൻറ്റായി പറയാൻ പോകുന്നുണ്ട്. ഒരു പക്ഷേ L3 ഇതിൻ്റെ എലിമിനാൻറ്റി അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. വില്ലൻ എന്ന് പറയുന്ന കക്കൂസെ എന്ന് പറയുന്ന ആ വ്യക്തിയെ കാണിച്ച് പോയിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരു ഡ്രാഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഡ്രഗ്സിൽ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ടീം തന്നെയാണ്. അവരിലേക്കാണ് നമ്മുടെ ഖുറേഷി എത്തിപ്പെടാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രതികാരം ഇനി എന്തൊക്കെയാണ്, ഇനി അദ്ദേഹത്തെ തൊട്ടാൽ തന്നെ ഏകദേശം ഒരു 13ഓളം കുടുംബങ്ങളുണ്ട് ഈ റെഡ് ഡ്രാഗ് എന്ന് പറയുമ്പോൾ അതിലോട്ട് പെട്ടവരൊക്കെ. അതിലോട്ട് ബാക്കി ഒരുപാട് പുതിയ താരങ്ങളൊക്കെ കടന്നു വരുന്നുണ്ടാവും. എന്തായാലും L3 കുറിച്ച് എങ്ങനെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും L3 വേണ്ടി ഞാനും വെയിറ്റിംഗ് തന്നെയാണ്. L2 എന്ന് പറയുമ്പോൾ ഒരു ഏവറേജിൽ നിന്നും കിട്ടിയ അനുഭവം മറികടക്കൽ L3 സാധിക്കും തന്നെയാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ്റെ വിഷയമാണ്. എമ്പുരാൻ എന്ന് പറയുമ്പോൾ ഈ സംഖ്യ എന്ന് പറയുന്ന ഒരു പാർട്ടിയെ അപമാനിച്ച് ഗുജറാത്ത് കലാപം നടന്നുകൊണ്ടിരിക്കുന്നു. പല ഭാഗങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് അന്ന് ഗുജറാത്തിൽ നടന്നിട്ടുള്ള 2002 ഗുജറാത്ത് കലാപം സംഭവിച്ചത്. അതായത് ഒരുപാട് മുസ്ലിംകളെ ചുട്ടുകൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ട്രെയിൻ അപകടം, ട്രെയിനിൽ വെച്ചായിരുന്നു കൊന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അതെല്ലാം എമ്പുരാനിൽ എടുത്തു കാണിച്ചിരുന്നു. അപ്പോൾ ഈ പാർട്ടി എന്ന് പറയുന്ന ഒരുപാട് പേർ സെൻസർ ബോർഡിനെതിരെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം അവർ പറയാൻ വേണ്ടി പോകുന്ന 17ഓളം സീൻസാണ് കട്ട് ചെയ്ത് നീക്കിയത്. അതായത് ഒന്നാമത് ബജരംഗി എന്ന് പറയുന്ന
വില്ലിൻ്റെ കഥാപാത്രം മാറ്റും, അതുപോലെ തന്നെ പല പല ഭാഗങ്ങളും മ്യൂട്ട് ചെയ്യും. സ്ത്രീകൾക്ക് എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ പലതും കാണിക്കുന്നുണ്ട്, അതെല്ലാം വെട്ടിക്കുറയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. തിരിച്ചറിയാൻ വെട്ടിക്കുറയ്ക്കുമ്പോൾ എന്തായിരിക്കും എമ്പുരാനിൽ ഉണ്ടാവുക? ഒരു തേങ്ങ ഉണ്ടാവില്ല എന്നാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ എന്താ പറയുക, ഒരു മാർക്കറ്റിംഗ്, ഒരു ഫ്രീ ആയിട്ടുള്ള റിലീസിന് മുമ്പ് തന്നെ ഒരുപാട് ആൾക്കാർ ഫ്രീ ആയി പ്രൊമോഷൻ ചെയ്ത് ന്യൂസ് ചാനലൊക്കെ ലൈക്ക് ഒഴിയുന്നു, എമ്പുരാൻ റിലീസ് ഉണ്ടാവില്ല, സമയം നീട്ടുമെന്ന് പറയുന്നു. റിലീസ് ശേഷം മറ്റൊരു പാർട്ടിക്കാർ തന്നെ വിഷയം ഏറ്റെടുക്കുന്നു, മറ്റുള്ള പാർട്ടിക്കാരെല്ലാം എല്ലാം ഇടപെടുന്നുണ്ട്. ഒരു ഫിലിമിനെ ഫിലിമായി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം കലാകാര നിലയ്ക്ക് കലയോട് തന്നെയാണ് സ്നേഹിക്കേണ്ടത്. പക്ഷേ ഇത് ഒരുപാട് ആൾക്കാർ മാപ്പ് പറയുന്നു, സെൻസറിങ് കട്ട് ചെയ്യുന്നു, ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്നും അർത്ഥമാവുന്ന പല പല കാര്യങ്ങളൊന്നും വ്യക്തമാക്കുന്നതും ഒന്നും കാര്യമില്ല. കാരണം ഈ കഥ സ്റ്റോറി കേൾക്കുമ്പോൾ ഏത് വ്യക്തിയിലും അഭിനയിക്കുള്ളൂ. ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഏകദേശം ഇതിൻ്റെ പ്രൊമോഷൻ ടൈമിൽ തന്നെ പറയുന്നു, ഏകദേശം 6 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു കഥ. ക്ഷമയുടെ 2 വ്യക്തികളും, മോഹൻലാലും ആന്റണി പെരുമാറും. മോഹൻലാൽ എന്നാൽ ശരി മോനെ നമുക്ക് നോക്കാമെന്ന് പറയുന്ന ചിത്രം ഓണാവുന്നത്. അപ്പോൾ തീർച്ചയായും അദ്ദേഹം കഥ കേട്ടിട്ട് ഫിലിം കണ്ടില്ലെന്ന് പറയുമ്പോൾ തിയേറ്ററിൽ തന്നെയാണ് ഫിലിം കണ്ടിട്ടുണ്ടാവുള്ളൂ, നമ്മുടെ കൂടെ ഇരുന്നിട്ട്. അപ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടാവേണ്ട ഒരു കാര്യം തന്നെയില്ല. എന്തായാലും എമ്പുരാൻ സെൻസറിങ് കട്ടിങ് ചെയ്യാൻ വേണ്ടി പോകുന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വ്യാഴാഴ്ചത്തോട് കൂടി തന്നെ കട്ട് ചെയ്തുള്ള ഭാഗങ്ങളായിരിക്കും തിയേറ്ററിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബുക്ക് മൈ ഷോയിൽ ഇന്ന് മാത്രമേ ഏകദേശം 37,000 ടിക്കറ്റുകളാണ് 1 മണിക്കൂറിനുള്ളിൽ വിറ്റ് പോയത്. അപ്പോൾ വീണ്ടും ഈ എന്താ പറയുക, ഈ കാണാത്തവരുണ്ടെങ്കിൽ അവരാണ് വീണ്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. കട്ട് ചെയ്തതിന് മുമ്പ് തന്നെ അത് തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എമ്പുരാൻ്റെ ഒരു ജീവൻ തന്നെയാണ്. ഈ പല പല കട്ട് ചെയ്ത ഭാഗങ്ങളും എന്താണ് റിയലായി നടന്ന കാര്യങ്ങളും ഓരോ വ്യക്തികളും അറിയണം. അത് തീർച്ചയായിട്ടും നിങ്ങളെ ബാധിക്കുന്ന, നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഇത് ലാഭമുണ്ടെന്ന് പറയുമ്പോൾ എമ്പുരാൻ്റെ ടീമിന് തന്നെയാണ് ഏറ്റവും വലിയ ലാഭമായി എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കട്ട് ചെയ്ത ഭാഗങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി കുറേ ആൾക്കാർ അതിൽ കയറുന്നുണ്ടാകും. ചിലപ്പോൾ പക്ഷേ ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഒരു ചരട് തന്നെയാണ് മാറുന്നുണ്ട്. അതിൽ കൂടി തന്നെ വീണ്ടും ഒരു പക്ഷേ 50 കോടി വീണ്ടും കിട്ടും. എമ്പുരാൻ കളക്ഷൻ റെക്കോർഡുകൾ ഒരു പക്ഷേ ബോക്സ് ഓഫീസിൽ വീണ്ടും തിരിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ വീണ്ടും ഇടം നേടാൻ വേണ്ടി പോകുന്ന ചിത്രം തന്നെയാണ്. കാരണം ഫസ്റ്റ് ഡേ കളക്ഷൻസ് വേൾഡ് വൈഡ് അതിവേഗം 100 കോടി നേടിയ ചിത്രം, ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രം. അതുപോലെ തന്നെ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട്. രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്താണ് ഏത് രാഷ്ട്രീയ പാർട്ടി നമുക്ക് കണ്ടാൽ എല്ലാവരെയും 3 പാർട്ടിയെക്കുറിച്ചും വ്യക്തം തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ കാര്യമായി തന്നെ ഒരു പാർട്ടിക്ക് മാത്രമാണ് ഇതിൽ കൊണ്ടുള്ളൂ. അത് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ തിരിച്ചടിയും ഇത്രയൊക്കെയാണ് വീട്ടിൽ പറയാനുള്ളൂ. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം നിങ്ങൾക്ക് ഏത് അനുഭവമാണ് നൽകിയത്, എന്താണ് ഇങ്ങനെ സംഭവിക്കുമ്പോഴുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നത്തെയും പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു റിവ്യൂമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരും കാത്തിരിക്കും. ബൈ ഫ്രണ്ട്സ്.